വിശന്ന് വേട്ടയാടുന്ന മുതലകളുമായി പോലും ചങ്ങാത്തം കൂടുന്ന നിഷ്കളങ്കന്മാർ. ഏകദേശം ഒരു മനുഷ്യന്റെ ഭാരവും ഒരു ചെന്നായയുടെ വലിപ്പവും ഉണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും ക്യൂട്ടായ ജീവി എന്നാണ് ഇവന്മാർ അറിയപ്പെടുന്നത്. ചില നേരങ്ങളിൽ ഇവൻ മറ്റു ജീവികളെയൊക്കെ തന്റെ പുറത്തേറ്റി അവർക്കൊക്കെ ഒരു ഗതാഗത മാർഗം പോലും ആവാറുണ്ട്. അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് ഭൂമിയിലെ കരണ്ട് തിന്നുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവിയായ കാപ്പിബാരയെ കുറിച്ചാണ്. ആമസോൺ കാടുകളിൽ വിഹരിച്ച് നടക്കുന്ന ഇവന്മാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അതിനു മുമ്പ് ഒരു ചോദ്യം, കരണ്ട് തിന്നുന്ന എത്ര ജീവികളെ നിങ്ങൾക്കൊക്കെ അറിയാം? ഉത്തരം അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യൂ. ഭൂമിയിലെ കരണ്ട് തിന്നുന്ന ജീവികളിൽ ഏറ്റവും വലിപ്പമേറിയവയാണ് കാപ്പിബാരകൾ. ഒരു മനുഷ്യനൊപ്പം ഭാരമുള്ള ഈ ജീവികൾ തെക്കേ അമേരിക്കയിലാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഇവയ്ക്ക് 80 കിലോയോളം ഭാരമുണ്ടാവാറുണ്ട്. തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശമാണ് ഈ മഹാമൂഷികന്റെ വിഹാരരംഗം. ചതുപ്പ് നിലങ്ങളാണ് ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ. പ്രധാനമായും തെക്കേ അമേരിക്കയിലും പ്രത്യേകിച്ചും ബ്രസീലിലാണ് ഇവയുടെ പ്രധാന ആവാസ മേഖല. ലോകത്തിലെ ഏറ്റവും ക്യൂട്ടായ ജീവി എന്ന് കാപ്പിബാരകളെ വിശേഷിപ്പിക്കാറുണ്ട്. കരയിലും വെള്ളത്തിലുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കാപ്പിബാര പ്രധാനമായും ചതുപ്പ് നിലങ്ങൾക്കരികിലും പുൽമേടുകളിലും വനത്തിനരികിലുള്ള കുളങ്ങളിലുമൊക്കെയാണ് കാണപ്പെടുന്നത്. കാണാൻ ചെറുതാണെങ്കിലും കാപ്പിബാര ഒരു വ്യത്യസ്തനാണ്. പ്രാചീന കാലത്ത് കരണ്ട് തിന്നുന്ന വമ്പൻ ജീവികൾ തെക്കേ അമേരിക്കയിൽ ധാരാളമായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇവ കാലക്രമേണ വംശനാശത്തിൽ മറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേയൊരു ജീവിയാണ് ഈ കാപ്പിബാരകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാപ്പിബാരയ്ക്ക് ഒരു ചെന്നായയുടെ വലിപ്പമുണ്ടാകും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിൽ തവളകളെ പോലെ കൂടിച്ചേർന്ന വിരലുകളോടെയുള്ള കാലുകൾ കാപ്പിബാരകൾക്കുണ്ട്. വെള്ളത്തിൽ ദീർഘനേരം മുങ്ങിക്കിടക്കാൻ അനുവദിക്കുന്ന മറ്റ് ശാരീരിക പ്രത്യേകതകളും ഇവയ്ക്കുണ്ട്. ഇതിനാൽ തന്നെ കാപ്പിബാരകൾക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ഇവയുടെ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ട്. കൂടാതെ മൂക്ക് മാത്രം വെളിയിലിട്ട് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങാനും ഇവന്മാർക്കാവും. 20 പേര് വരെയുള്ള കൂട്ടങ്ങളായി ജീവിക്കുന്ന ഈ സാധുജീവികൾ മറ്റ് ജീവിവർഗങ്ങളുമായും വളരെ സൗഹൃദത്തിലാണ് ജീവിക്കുന്നത്. കുരങ്ങന്മാരുമായും പക്ഷികളുമായും വളർത്തുമൃഗങ്ങളായും എന്തിനു വേറെ ഇടയ്ക്കിടയ്ക്ക് ഇവയെ വേട്ടയാടുന്ന മുതലകളുമായി പോലും വളരെ സൗഹൃദത്തിലാണ് കാപ്പിബാരകൾ ജീവിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ ജീവികളെ പുറത്തു കയറ്റി ലിഫ്റ്റ് കൊടുത്ത് സവാരി നടത്താനും കാപ്പിബാരകൾ മടിക്കാറില്ല. കാപ്പിബാരയ്ക്ക് കനത്ത ബാരലാകൃതിയിലുള്ള ശരീരവും ചെറിയ തലയുമാണുള്ളത്. ശരീരത്തിന് മുകൾ ഭാഗത്ത് ചുവപ്പ് കലർന്ന തവിട്ട് രോമങ്ങളുണ്ട്. അത് താഴേക്ക് വരുമ്പോൾ മഞ്ഞ തവിട്ട് നിറമാകും. അതിന്റെ വിയർപ്പ് ഗ്രന്ഥികൾ അതിന്റെ ചർമ്മത്തിന്റെ രോമമുള്ള ഭാഗങ്ങളുടെ ഉപരിതലത്തിൽ കാണാം. ഇനി ഇവയുടെ ഇണചേരലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇണചേരൽ സമയത്ത് കാപ്പിബാരയിലെ പെണ്ണുങ്ങൾക്കാണ് മേധാവിത്വം. കാപ്പിബാരകൾ വെള്ളത്തിൽ മാത്രമേ ഇണചേരുകയുള്ളൂ. കാപ്പിബാരയിലെ പെണ്ണുങ്ങൾ ഒരു പുരുഷനോട് താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങിക്കളയും, എന്നിട്ട് അവനെ ഉപേക്ഷിച്ചങ്ങ് പോകും. പുരുഷന്മാർ പാവം അവിടെ ചമ്മി തരിച്ചായി പോകും. എന്നാൽ ഇണചേർന്ന് കഴിഞ്ഞാലോ, പ്രബലരായ പുരുഷന്മാർ സ്ത്രീകളെ വളരെയധികം സംരക്ഷിക്കും. ഗർഭം ധരിക്കുന്ന കാലമൊക്കെ ആയാൽ എന്തെങ്കിലും അപകടം മണത്താൽ ഇവന്മാർ നായ്കളെ പോലെ കുരച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുമത്രേ. പിന്നെ ഇണചേരൽ വെള്ളത്തിൽ വെച്ചാണെങ്കിലും പ്രസവം കരയിൽ വെച്ചാണ് കേട്ടോ. വലിപ്പം മാറുന്ന ദഹന വ്യവസ്ഥ ഈ ജീവികളുടെ മറ്റൊരു പ്രത്യേകതയാണ്. പുല്ലും വെള്ളത്തിൽ വളരുന്ന ചെടികളുമാണ് കാപ്പിബാരകളുടെ പ്രധാന ആഹാരം. വരണ്ട കാലത്ത് പുല്ലിന്റെ പോഷണങ്ങൾ കുറയും. അപ്പോൾ ഈ ജീവികളുടെ ചെറുകുടൽ കൂടുതൽ വികസിക്കും. കൂടുതൽ പോഷണങ്ങൾ വലിച്ചെടുക്കാൻ ഇവയ്ക്ക് ഇതുമൂലം സാധ്യമാണ്. മഴക്കാലത്ത് ഇവയുടെ ചെറുകുടലുകൾ സാധാരണ നിലയിലും പ്രവർത്തിക്കും. കാപ്പിബാരകൾ പരിസ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ട ജീവികളാണ്. തെക്കേ അമേരിക്കയിലെ ജാഗൂറും പ്യൂമകളുമാണ് ഇവയുടെ പ്രധാന വേട്ടക്കാർ. തെക്കേ അമേരിക്കയിൽ തുടരുന്ന വനനശീകരണവും അനധികൃത കൃഷിയുമൊക്കെ കാപ്പിബാരകൾ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യരും ഇന്ന് ഇവന്റെ വില്ലന്മാരാണ്. കാപ്പിബാര അതിന്റെ മാംസത്തിനും തോലിനും വേണ്ടി ഇന്ന് അമിതമായി വേട്ടയാടപ്പെടുന്നുണ്ട്. കൂടാതെ കട്ടിയുള്ള കൊഴുപ്പുമുള്ള ചർമ്മത്തിൽ നിന്നുള്ള കൊഴുപ്പിനും അവയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാപ്പിബാരകൾ. നിങ്ങൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടോ? പാവം ജീവികളാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണേ.